Good morning, students. We are going to discuss about the topic translocation. So in the last three classes of structural chromosomal aberrations, we are studying about deletion, inversion and duplication, and this is the last class for structural chromosomal aberration. In this class we will discuss about translocation. So what is translocation? Translocation is a type of structural chromosomal mutation in which there is a change in the position of a chromosomal segment from one part to a different location in the chromosome. So there is no loss or gain of genetic material in the translocation. So translocation is a type of structural chromosomal mutation in which there occurs a change in the position of a chromosomal segment from one location to another location of a chromosome. As there is only a change in the position, there is no gain or loss of genetic material. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ലൊക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ സ്ട്രക്ചറൽ ക്രോമസോമൽ അബറേഷൻസിലെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് മ്യൂട്ടേഷനാണ് ട്രാൻസ്ലൊക്കേഷൻ. അപ്പോൾ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ക്രോമസോമൽ മ്യൂട്ടേഷനാണ്. ട്രാൻസ്ലൊക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു ക്രോമസോം സെഗ്മെൻറ്റ് ക്രോമസോമിൻ്റെ ഒരു പാർട്ടിൽ നിന്ന് വേറൊരു പാർട്ടിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് അതിൻ്റെ പൊസിഷൻ മാറ്റും എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ജനറ്റിക് മെറ്റീരിയലിൻ്റെ ലോസോ ഗെയിനോ അവിടെ സംഭവിക്കുന്നില്ല. ജസ്റ്റ് ഒരു ക്രോമസോം സെഗ്മെൻറ്റിൻ്റെ പൊസിഷൻ നമ്മൾ ക്രോമസോമിൻ്റെ ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് മാറ്റുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ലോസും ഗെയിനും സംഭവിക്കുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മുറിയിലെ ഫർണിച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? റീഅറേഞ്ച് ചെയ്യുക. അതായത് ഒരു മുറിയിലെ ഫർണിച്ചറിൻ്റെ സ്ഥാനം മാത്രമാണ് നമ്മൾ മാറ്റുന്നത്. പുതിയതായിട്ട് വേറെ ഫർണിച്ചർ നമ്മൾ ആ മുറിയിലേക്ക് ഇടുകയോ ആ മുറിയിലുള്ള ഫർണിച്ചർ നമ്മളെടുത്ത് പുറത്തിടുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ട്രാൻസ്ലൊക്കേഷൻ. ജസ്റ്റ് നമ്മൾ പൊസിഷൻ മാത്രമാണ് മാറ്റുന്നത്. അതായത് ക്രോമസോം സെഗ്മെൻറ്റിൻ്റെ പൊസിഷൻ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. അതായത് ക്രോമസോമിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ആ സെഗ്മെൻറ്റിനെ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. അതാണ് ട്രാൻസ്ലൊക്കേഷൻ. ഇവിടെ ക്രോമസോം നമ്മൾ അഡീഷണലായിട്ട് ക്രോമസോം സെഗ്മെൻറ്റ് ആഡ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ലോസോ ഗെയിനോ സംഭവിക്കുന്നില്ല. അപ്പോൾ ഒരു ക്ലാസ്സിലുള്ള കുട്ടികളെ മാറ്റിയിരുത്തുന്നത് പോലെ എന്ത് ചെയ്യുക? ക്രോമസോം സെഗ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അതാണ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ. So the translocation can be classified into mainly three major classes. First is intrachromosomal translocation, next is interchromosomal translocation, and whole arm translocation. The intrachromosomal translocation are of two types, intraradial and extraradial, whereas the interchromosomal translocation are of two types, transpositional translocation and reciprocal translocation. The all arm translocation is again classified into three types which we will discuss in detail. അപ്പോൾ ട്രാൻസ്ലൊക്കേഷനെ നമുക്ക് മെയിൻലി മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ഒന്ന് ഇൻട്രാ ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ, രണ്ടാമത്തത് ഇൻ്റർ ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ, മൂന്നാമത്തത് ഹോൾ ആം ട്രാൻസ്ലൊക്കേഷൻ. അതിൽ ഇൻട്രാ ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഇൻട്രാ റേഡിയലും എക്സ്ട്രാ റേഡിയലും. പിന്നെ ഇൻ്റർ ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ട്രാൻസ്പോസിഷണൽ ട്രാൻസ്ലൊക്കേഷൻ എന്നും റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ എന്നാണ്. പിന്നെ ഓൾ ആം ട്രാൻസ്ലൊക്കേഷനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് കൂടാതെ തന്നെ ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ബ്രേക്സ്, അതായത് ബ്രേക്സിൻ്റെ നമ്പർ അനുസരിച്ചിട്ട്, അതായത് ട്രാൻസ്ലൊക്കേഷൻ്റെ സമയത്ത് സംഭവിക്കുന്ന ബ്രേക്കിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് അത് നമ്മൾ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതും നമ്മൾ പഠിക്കും. ആ ട്രാൻസ്ലൊക്കേഷൻ്റെ ടൈപ്സാണ് ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മെയിൻലി മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: ഇൻ്റർക്രോമസോമൽ, ഇൻട്രാക്രോമസോമൽ, ഹോൾ ആം ട്രാൻസ്ലൊക്കേഷൻ. ഇത് കൂടാതെ നമ്പർ ഓഫ് ബ്രേക്കിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനും വേറെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. So the first type of translocation is intrachromosomal translocation. Intra means within. So if a chromosomal segment change position within the same chromosome, the translocation is known as the intrachromosomal translocation. But in the word intra means within the chromosome. So the chromosome segment is
the chromosome segment changes position within the same chromosome. So it is known as intrachromosomal translocation. അപ്പോൾ ഒരേ ക്രോമസോമിലുള്ള ക്രോമസോം സെഗ്മെൻ്റ് ആണ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത്. ഇൻട്രയുടെ അർത്ഥം എന്താണ്? ഇൻട്ര മീൻസ് വിത്തിൻ, അതായത് ആ ക്രോമസോം സെഗ്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രാൻസ്ലൊക്കേഷൻ സംഭവിക്കുക. അതുകൊണ്ടാണ് അതിനെ ഇൻട്രാക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇൻട്രാക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പേരിടാൻ കാരണം എന്താണ്? കാരണം ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത് ആ ഒരു ക്രോമസോമൽ സെഗ്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ ഇൻട്രാക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ക്രോമസോം സെഗ്മെൻറ്റിനെ എന്ത് ചെയ്യുക, ഒരു ക്രോമസോമിൻ്റെ ഉള്ളിൽ തന്നെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അതിനാണ് ഇൻട്രാക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഒരു ക്രോമസോം സെഗ്മെൻറ്റിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യുക, ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക. അതായത് സെയിം ക്രോമസോമിൻ്റെ മുകളിൽ തന്നെയാണ് അതിനെ മാറ്റുക. അതുകൊണ്ടാണ് അതിന് ഇൻട്രാക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇൻട്രാ മീൻസ് വിത്തിൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. ABCDEFGH. The segment BC is transferred between E and F of the same chromosome. So there occurs an intrachromosomal translocation of the segment BC between the segments E and F. ഇപ്പോൾ BC എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൻ്റെ ഇൻട്രാക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ BC എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് എങ്ങോട്ടേക്കാണ് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്? ഇൻ്റെയും എഫിൻ്റെ ഇടയിലേക്ക് BC സെഗ്മെൻറ്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നു. അതാണ് ഇൻട്രാക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ. അപ്പോൾ ABCDEFGH എന്ന് പറഞ്ഞ ക്രോമസോമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ജസ്റ്റ് ആ BC സെഗ്മെൻറ്റിൻ്റെ പൊസിഷൻ നമ്മളൊന്ന് മാറ്റുന്നു. അപ്പോൾ അത് മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരേ ക്രോമസോമിൽ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? ട്രാൻസ്ലൊക്കേഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇൻട്രാക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇൻട്രാക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ്റെ പ്രത്യേകത എന്താണ്? അതായത് ഒരു ക്രോമസോമിൽ തന്നെയുള്ള സെഗ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ആ സെഗ്മെൻറ്റിൻ്റെ പൊസിഷൻ നമ്മൾ മാറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ABCDEFGH ക്രോമസോം. അതിൽ BC സെഗ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? E and F സെഗ്മെൻറ്റിൻ്റെ ഇടയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ജസ്റ്റ് ആ BC സെഗ്മെൻറ്റിൻ്റെ പൊസിഷൻ നമ്മൾ മാറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അത് നടക്കുന്നത് ആ ക്രോമസോമിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ ഇൻട്രാക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. So the intrachromosomal translocation can be classified into two main types. They are intraradial and extraradial. So in the case of intraradial, the translocation from one location to another occurs in the same arm, whereas in the extraradial, translocation occurs from one arm to the another. So the intrachromosomal translocation are of two types. They are intraradial translocation and interradial translocation. In the case of intraradial, the translocation occurs within the same arm of the chromosome, whereas in the case of extraradial, the translocation occurs between the arms of the chromosome. So you know the chromosomes consist of a centromere and two arms. Generally the chromosome consists of a centromere and two arms. If the translocation occurs within the same arm, it is known as the intraradial. Intra means within. So within the same arm, the translocation is known as the intraradial translocation. But if it occurs between the two arms of a chromosome, it is known as the extraradial translocation. So in this figure, you can clearly see intraradial and extraradial translocation. There is a chromosome ABCDEF. It consists of two arms, one short arm and one long arm. The short arm is AB and the long arm is CDEF. So there occurs a translocation in the long arm of the chromosome ABCDEF. So in the long arm, it consists of the segment CDEF. There occurs a transfer of segment from its position between D and F to
before C. So the translocation is occurring within the same long arm of the chromosome. So it is known as the intraradial translocation. So in the second case of, we can see an extraradial translocation. There occurs a chromosome segment, chromosome A, B, C, D, E, F. There occurs a translocation of the segment CD from CDEF to in between the AB segment. So the segment CD of the long arm of the chromosome is transferred to the short arm of the chromosome that CD insert between A and B in the case of extraradial translocation. So in the case of extraradial translocation, there occurs translocation between the long arm of the chromosome, that is CDEF, and the short arm of the chromosome AB. So there involves two arms of the chromosome in the translocation. So it is known as extraradial translocation. Well, intrachromosomal translocation നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻട്രാറേഡിയലും എക്സ്ട്രാ റേഡിയലും. ഇൻട്രാറേഡിയൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു ക്രോമസോമിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്? ക്രോമസോമിന് 2 ആം ഉണ്ടാവും, ഒരു സെൻട്രോമിയർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരേ ആമിൻ്റെ അകത്താണ് ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇൻട്രാറേഡിയൽ എന്ന് പറയും. ഇൻട്രാ മീൻസ് വിത്തിൻ. അപ്പോൾ ഒരു ക്രോമസോമിന് ഒരു സെൻട്രോമിയർ ഉണ്ടാവും, 2 ആംസ് ഉണ്ടാവും. അപ്പോൾ ഒരു ആമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇൻട്രാറേഡിയൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയും. അതേസമയം ഈ 2 ആമുകൾക്കിടയിലാണ് ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എക്സ്ട്രാ റേഡിയൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഇൻട്രാറേഡിയൽ ട്രാൻസ്ലോക്കേഷൻ്റെ എക്സാമ്പിളാണ് ഫിഗർ വെച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രോമസോം ഉണ്ട് ABCDEF. അപ്പോൾ ആ ക്രോമസോമിന് 2 ആംസ് ഉണ്ട്, ഒരു ഷോർട്ട് ആം ആയിട്ടുള്ള ABയും ഒരു ലോങ് ആമായിട്ടുള്ള CDEFും. അപ്പോൾ ഇവിടെ എന്താണ് ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നത്? ഇൻട്രാറേഡിയലാണ്. അതുകൊണ്ട് ഒരൊറ്റ ആമിൽ മാത്രമേ ട്രാൻസ്ലോക്കേഷൻ നടക്കൂ. അപ്പോൾ ഇവിടെ ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നത് ലോങ് ആം ആയിട്ടുള്ള CDEFലാണ്. അപ്പോൾ E എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൻ്റെ ട്രാൻസ്ലോക്കേഷനാണ് നടക്കുന്നത്. അതും നടക്കുന്നത് ലോങ് ആമിൽ മാത്രമാണ്. ആ E എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് Dൻ്റെയും Fൻ്റെയും ഇടയിൽ നിന്ന് Cൻ്റെ മുന്നിലേക്ക് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ട്രാൻസ്ലോക്കേഷൻ കഴിഞ്ഞിട്ട് നോക്കുക, ABCDEF എന്ന് പറഞ്ഞ ക്രോമസോമിൽ ലോങ് ആമിലുള്ളത് CDEF എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഇൻട്രാറേഡിയൽ ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ ആമിൽ മാത്രമേ ട്രാൻസ്ലോക്കേഷൻ നടക്കൂ. അപ്പോൾ E എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൻ്റെ ട്രാൻസ്ലോക്കേഷനാണ് നടക്കുന്നത്. അത് Dൻ്റെയും Fൻ്റെയും ഇടയിൽ നിന്ന് Cൻ്റെ മുന്നിലേക്കാണ് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ ആമിലാണ് ഇവിടെ ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നുള്ളൂ. അതായത് ലോങ് ആമിൽ മാത്രമല്ല ഇവിടെ ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നത്. CDEF എന്ന് പറഞ്ഞാൽ ലോങ് ആമിൽ മാത്രമാണ് ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇൻട്രാറേഡിയൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക, എക്സ്ട്രാ റേഡിയൽ ട്രാൻസ്ലോക്കേഷൻ. ഇവിടെയും ഒരു ക്രോമസോം ഉണ്ട് ABCDEF. അതിന് ഒരു ഷോർട്ട് ആം ഉണ്ട് ABയും ഒരു ലോങ് ആം ഉണ്ട് CDEFും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? CD എന്ന് പറഞ്ഞ ലോങ് ആമിൻ്റെ സെഗ്മെൻറ്റിനെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? എൻ്റെയും ബിൻ്റെയും ഇടയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ CD എന്ന് പറഞ്ഞ ലോങ് ആമിൻ്റെ സെഗ്മെൻറ്റിനെ AB എന്ന് പറഞ്ഞ ഷോർട്ട് ആമിൻ്റെ സെഗ്മെൻറ്റിൻ്റെ ഇടയിലേക്കാണ് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 ആമും ലോങ് ആമും ഷോർട്ട് ആമും ട്രാൻസ്ലോക്കേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എക്സ്ട്രാ റേഡിയൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രാറേഡിയൽ ട്രാൻസ്ലോക്കേഷനിൽ ഒരൊറ്റ ആമ് മാത്രമേ ട്രാൻസ്ലോക്കേഷനിൽ ഇൻവോൾവ് ചെയ്യൂ. പക്ഷേ എക്സ്ട്രാ റേഡിയൽ ട്രാൻസ്ലോക്കേഷനിൽ ക്രോമസോമിൻ്റെ 2 ആംസും ട്രാൻസ്ലോക്കേഷനിൽ പങ്കെടുക്കും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്രോമസോമൽ ട്രാൻസ്ലോക്കേഷനാണ് ഇൻ്റർക്രോമസോമൽ ട്രാൻസ്ലോക്കേഷൻ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇൻട്രാക്രോമസോമൽ ട്രാൻസ്ലോക്കേഷൻ ആയിരുന്നു. Second major class of chromosomal translocation is the interchromosomal translocation. So inter means in between. So if a chromosome segment is transferred from one chromosome to another or between the chromosome, it is known as interchromosomal translocation. അപ്പോൾ 2 ക്രോമസോമിൻ്റെ ഇടയിലാണ് ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുക എന്തായിരിക്കും? ഇൻ്റർ ക്രോമസോമൽ ട്രാൻസ്ലോക്കേഷൻ. ഇൻ്റർ മീൻസ് ബിറ്റ്വീൻ.
അപ്പോൾ രണ്ട് ക്രോമസോമിൻ്റെ ബിറ്റ്വീനാണ് അല്ലെങ്കിൽ രണ്ട് ക്രോമസോമിൻ്റെ ഇടയിലാണ് ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഇൻ്റർ ക്രോമസോമൽ ട്രാൻസ്ലോക്കേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫിഗർ വെച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് ക്രോമസോംസ് ഉണ്ട്, ABCDEFGH ആൻഡ് MNOPQR. So there occurs a translocation of a segment BC in between O and in between the N and O, and there also occurs a translocation of the segment BC from the chromosome ABCDEFGH to a chromosome MNOPQR. അപ്പോൾ ഇവിടെ രണ്ട് ക്രോമസോമിൻ്റെ ഇടയിലാണ് ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ABCDEFGH എന്ന് പറഞ്ഞ ക്രോമസോമും ഉണ്ട്, MNOPQRും ഉണ്ട്. അപ്പോൾ ABCDEFGH എന്ന് പറഞ്ഞ ക്രോമസോമിൻ്റെ BC സെഗ്മെൻ്റാണ് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത്. എങ്ങോട്ടേക്ക്? MNOPQR ക്രോമസോമിലേക്ക്. ഇപ്പോൾ രണ്ട് ക്രോമസോംസ് ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ ഇൻ്റർ ക്രോമസോമൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻ്റർ ക്രോമസോമൽ ട്രാൻസ്ലോക്കേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു മേജർ ക്ലാസ്സസ്, ദാറ്റ് ഈസ് ട്രാൻസ്പോസിഷണൽ ട്രാൻസ്ലോക്കേഷൻ ആൻഡ് റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ. സോ ഇൻ്റർ ക്രോമസോമൽ ട്രാൻസ്ലോക്കേഷൻ നമുക്ക് ടു മേജർ ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ട്രാൻസ്പോസിഷണൽ ട്രാൻസ്ലോക്കേഷനും പിന്നെ reciprocal translocation. The reciprocal translocation can be again classified into fraternal translocation, external translocation, insertional translocation, asymmetric translocation and symmetric translocation. അപ്പോൾ ഇൻ്റർ ക്രോമസോമൽ ട്രാൻസ്ലോക്കേഷനെ നമുക്ക് രണ്ടായിട്ടാണ് മെയിൻലി ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക, ട്രാൻസ്പോസിഷണൽ ട്രാൻസ്ലോക്കേഷനും റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷനും. ഇതിൽ റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷനും നമുക്ക് പിന്നെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. Fraternal translocation, external translocation, insertional translocation, asymmetric translocation and symmetric translocation. So അതിൽ ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാം ട്രാൻസ്പോസിഷണൽ ട്രാൻസ്ലോക്കേഷൻ. So the transpositional translocation, there occurs one-way transfer of a chromosome segment from one position to another in the same chromosome. അപ്പോൾ ഒരേ ക്രോമസോമിൽ നിന്ന് ഒരേ ക്രോമസോമിലുള്ള ഒരു സെഗ്മെൻറ്റിൻ്റെ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്കാണ് ട്രാൻസ്പോസിഷൻ നടക്കുന്നതെങ്കിൽ അതിനാണ് നമ്മൾ പറയുന്നത് ട്രാൻസ്പോസിഷണൽ ട്രാൻസ്ലോക്കേഷനാണ്. അപ്പോൾ ട്രാൻസ്പോസിഷണൽ ട്രാൻസ്ലോക്കേഷനിൽ ഒരൊറ്റ ക്രോമസോമാണ് ഉണ്ടാവുക. ആ ഒരു ക്രോമസോമിൽ തന്നെയുള്ള സെഗ്മെൻറ്റിനെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ഒരു ഇൻട്രാ ക്രോമസോമൽ ട്രാൻസ്ലോക്കേഷൻ പോലെ തന്നെയാണ് ട്രാൻസ്പോസിഷണൽ ട്രാൻസ്ലോക്കേഷൻ വരുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഇൻട്രാ ക്രോമസോമൽ ട്രാൻസ്ലോക്കേഷൻ എന്തായിരുന്നു? ഒരു ക്രോമസോം എടുത്തിട്ട് ആ ക്രോമസോമിൻ്റെ ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് ക്രോമസോം സെഗ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻട്രാ ക്രോമസോമൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം അതേപോലെ തന്നെയാണ് ട്രാൻസ്പോസിഷണൽ ട്രാൻസ്ലോക്കേഷനും. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഒരു ക്രോമസോം സെഗ്മെൻറ്റ് ഒരു പൊസിഷനിൽ നിന്ന് അനദർ പൊസിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വൺ വേ ട്രാൻസ്ഫർ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ രണ്ട് ക്രോമസോം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ക്രോമസോമിൽ നിന്ന് മാത്രമേ ഒരു സെഗ്മെൻറ്റ് ട്രാൻസ്പോസിഷൻ നടക്കുന്നുള്ളൂ. വേറെ ക്രോമസോമിൽ നിന്ന് സെഗ്മെൻ്റ് ഒന്നും ട്രാൻസ്പോസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ ട്രാൻസ്പോസിഷണൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. Next is the reciprocal translocation. There occurs a mutual exchange of segments between two chromosomes. That is, one break occurs in each chromosome and there occurs exchange of broken segments. അപ്പോൾ രണ്ട് ക്രോമസോംസ് തമ്മിൽ സെഗ്മെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ there occurs a mutual exchange of segments between two chromosomes. അപ്പോൾ ഒരു ക്രോമസോമിൽ നിന്ന് വേറൊരു ക്രോമസോമിലേക്ക് ഒരു സെഗ്മെൻറ്റ് മാത്രം പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്പോസിഷണൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ക്രോമസോംസിലെ രണ്ട് സെഗ്മെൻറ്റ്സ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ട്രാൻസ്പോസിഷണൽ ട്രാൻസ്ലോക്കേഷൻ ഇൻട്രാ ക്രോമസോമൽ ട്രാൻസ്ലോക്കേഷൻ പോലെയാണെന്ന്. പക്ഷേ അതങ്ങനെയല്ല കേട്ടോ. അപ്പോൾ റെഡിക്കും അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ക്രോമസോംസ് തന്നെ ഉണ്ടാവും. അത് ഇൻ്റർ ക്രോമസോമൽ ട്രാൻസ്ലോക്കേഷൻ തന്നെയാണ്. രണ്ട് ക്രോമസോംസ് തന്നെ ഉണ്ടാവും. ആ രണ്ട് ക്രോമസോംസിൽ
ഒരു ക്രോമസോമിലെ ഒരു സെഗ്മെൻറ്റ് മാത്രമേ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു സെഗ്മെൻറ്റ് ഒരു ക്രോമസോമിലെ ഒരു സെഗ്മെൻറ്റ് മാത്രമാണ് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ട്രാൻസ്പോർഷണൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷനിൽ 2 ക്രോമസോംസ് ഉണ്ടാകുമല്ലോ. ആ 2 ക്രോമസോംസിലെ 2 സെഗ്മെൻറ്റ്സ് തമ്മിൽ എക്സ്ചേഞ്ച് നടക്കും. അതുകൊണ്ടാണ് അതിനെ റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ABCDEFGH എന്ന് പറഞ്ഞ ഒരു ക്രോമസോം ഉണ്ടാവും. MNOPQR എന്ന് പറഞ്ഞ ക്രോമസോമും ഉണ്ട്. അപ്പോൾ AB എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് എന്ത് ചെയ്യും? AB എന്ന് പറഞ്ഞ സെഗ്മെൻറ്റും MNO എന്ന് പറഞ്ഞ സെഗ്മെൻറ്റും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. ഇതൊരു റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ ആണ്. അപ്പോൾ AB എന്ത് ചെയ്യും? AB MNOക്ക് പകരം അവിടെ AB പോയിട്ടിരിക്കും. ABക്ക് പകരം ഇവിടെ MNO വന്നിരിക്കും. അപ്പോൾ ABനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ABCDEFGH ക്രോമസോമിൽ നിന്ന് MNOPQR ക്രോമസോമിലേക്ക് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നു. അതിന് എക്സ്ചേഞ്ച് ആയിട്ട് MNO സെഗ്മെൻറ്റ് നമ്മൾ MNOPQR ക്രോമസോമിൽ നിന്ന് ABCDEFGH ക്രോമസോമിലേക്ക് വാങ്ങുന്നു. അപ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന 2 ക്രോമസോം സെഗ്മെൻറ്റ്സ് ആണ് ABയും MNOവും. അപ്പോൾ ഒരു 2 ക്രോമസോംസ് തമ്മിൽ 2 സെഗ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതെന്ത് ടൈപ്പ് ഓഫ് ട്രാൻസ്ലോക്കേഷൻ ആണ്? റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ ആണ്. അതേസമയം ഇതെങ്ങനെയാണ് ഇതിനെ നമുക്ക് എങ്ങനെ ട്രാൻസ്പോർഷണൽ ട്രാൻസ്ലോക്കേഷൻ ആക്കാൻ പറ്റും? അതായത് ABCDEFGH ക്രോമസോമിൽ നിന്ന് AB സെഗ്മെൻറ്റ് മാത്രം പോന്നു. AB സെഗ്മെൻറ്റ് മാത്രം പോയിട്ട് MNOPQൻ്റെ ഇടയിലൊക്കെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അതൊരു ട്രാൻസ്പോർഷണൽ ട്രാൻസ്ലോക്കേഷൻ ആണ്. കാരണം MNOPQRന്ന് ഒരു സെഗ്മെൻറ്റും നമ്മൾ ഇങ്ങോട്ടേക്ക് വാങ്ങുന്നില്ല. അതേസമയം AB എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് ട്രാൻസ്ലോക്കേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1 വേ ട്രാൻസ്ഫർ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അതെന്ത് ട്രാൻസ്ലോക്കേഷനാണ്? ട്രാൻസ്പോർഷണൽ ട്രാൻസ്ലോക്കേഷനാണ്. അപ്പോൾ ഒന്നുകൂടിയും പറയാം. അപ്പം ട്രാൻസ്പോർഷണൽ ട്രാൻസ്ലോക്കേഷനും ഉണ്ട്, റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷനും ഉണ്ട്. അപ്പോൾ ട്രാൻസ്പോർഷണൽ ട്രാൻസ്ലോക്കേഷനിൽ 2 ക്രോമസോംസ് ഉണ്ടെങ്കിൽ ഒരു ക്രോമസോമിൽ നിന്ന് ഒരു സെഗ്മെൻറ്റ് എന്ത് ചെയ്യും? മറ്റേ ക്രോമസോമിലേക്ക് പോവുകയാണ് ചെയ്യുക. അവിടെ 1 വേ ട്രാൻസ്ഫറാണ് നടക്കുന്നത് ക്രോമസോമൽ സെഗ്മെൻറ്റിൻ്റെ. പക്ഷേ റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ്റെ കേസിൽ 2 ക്രോമസോംസ് ഉണ്ടാവും. ആ 2 ക്രോമസോംസിൻ്റെ 2 സെഗ്മെൻറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. പക്ഷേ ട്രാൻസ്പോർഷണൽ ട്രാൻസ്ലോക്കേഷനിൽ എന്താണ് സംഭവിക്കുക? ഒരു ക്രോമസോമിൻ്റെ ഒരു സെഗ്മെൻറ്റ് മാത്രമേ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യൂ. അവിടെ എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. ഇനി റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫ്രറ്റേണൽ ട്രാൻസ്ലോക്കേഷൻ, എക്സ്റ്റേണൽ ട്രാൻസ്ലോക്കേഷൻ, intercalation or insertional translocation, asymmetric or aneucentric translocation, symmetrical or eucentric translocation. So the reciprocal translocation is classified into 5 main types, that is fraternal translocation, external translocation, insertional translocation, and aneucentric translocation, eucentric translocation. So the first type of reciprocal translocation is the fraternal translocation. In there occurs a mutual exchange of segments between homologous chromosomes. So in the case of fraternal translocation, the translocation occurs between homologous chromosomes. So in the figure you can see 2 homologous chromosomes. Homologous chromosomes means they are similar. So ABCDEF and another ABCDEF chromosomes, these 2 are similar, so they are known as homologous chromosomes. There occurs an exchange of segment, that is a segment DE is translocated from first homologous chromosome to the second long arm of the second homologous chromosome. As the translocation is occurring between homologous chromosome, it is known as fraternal translocation. അപ്പോൾ ഹോമലോഗസ് ക്രോമസോംസ് തമ്മിൽ നടക്കുന്ന ട്രാൻസ്ലോക്കേഷനെയാണ് നമ്മൾ ഫ്രറ്റേണൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹോമലോഗസ് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ? 2 ക്രോമസോംസും ഒരേപോലെയുള്ള 2 ക്രോമസോംസിനെയാണ് നമ്മൾ ഹോമലോഗസ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 2 ഒരേപോലത്തെ ക്രോമസോംസ് ആണ്, ABCDEF. അപ്പോൾ 2 ഹോമലോഗസ് ക്രോമസോംസും തമ്മിൽ നടക്കുന്ന ട്രാൻസ്ലോക്കേഷനെയാണ് നമ്മൾ ഫ്രറ്റേണൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്.
അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എക്സ്റ്റേണൽ ട്രാൻസ്ലോക്കേഷൻ. That is, the mutual exchange of chromosome segment between non-homologous chromosomes is known as the external translocation. So, if the translocation occurs between non-homologous chromosomes, it is known as external translocation. അപ്പോൾ ഫസ്റ്റ് റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ്റെ ഫസ്റ്റ് രണ്ട് ടൈപ്സ് ആയിരുന്നു ഫ്രറ്റേണൽ ട്രാൻസ്ലോക്കേഷൻ ആൻഡ് എക്സ്റ്റേണൽ ട്രാൻസ്ലോക്കേഷൻ. ഫ്രറ്റേണൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹോമലോഗസ് ക്രോമസോംസ് തമ്മിലാണ് ട്രാൻസ്ലോക്കേഷൻ നടക്കുക. എക്സ്റ്റേണൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നോൺ ഹോമലോഗസ് ക്രോമസോംസ് തമ്മിലാണ് ട്രാൻസ്ലോക്കേഷൻ നടക്കുക. അപ്പോൾ ഇവിടെ രണ്ട് നോൺ ഹോമലോഗസ് ക്രോമസോംസ് നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. ABCDEFGH EFG ആൻഡ് MNOPQRS. അപ്പോൾ രണ്ടും സിമിലർ അല്ല, അത് രണ്ട് നോൺ ഹോമലോഗസ് ക്രോമസോംസ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ QR സെഗ്മെൻറ്റും EF സെഗ്മെൻറ്റ്സും തമ്മിലാണ് ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നത്. അപ്പോൾ QR സെഗ്മെൻറ്റ് MNOPQRS എന്ന് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ABCDEFG ക്രോമസോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതേപോലെ തന്നെ EF സെഗ്മെൻറ്റ് ABCDEFG ക്രോമസോമിൽ നിന്ന് MNOPQRSലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ രണ്ട് നോൺ ഹോമലോഗസ് ക്രോമസോംസ് തമ്മിലാണ് ഇവിടെ ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എക്സ്റ്റേണൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രറ്റേണൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹോമലോഗസ് ക്രോമസോംസ് തമ്മിലാണ് ട്രാൻസ്ലോക്കേഷൻ നടക്കുക. എക്സ്റ്റേണൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നോൺ ഹോമലോഗസ് ക്രോമസോംസ് തമ്മിലാണ് ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നത്. സോ ദി തേർഡ് ടൈപ്പ് ഓഫ് reciprocal translocation is the intercalation or insertional translocation. So, as the name suggests, there occurs an insertion or incorporation of a chromosomal segment by transposition. So, മൂന്നാമത്തെ ടൈപ്പ് ഓഫ് reciprocal translocation ആണ് insertional translocation or intercalation translocation. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇൻസേർഷണൽ ട്രാൻസ്ലോക്കേഷൻ പേര് തന്നെ ഉണ്ട്. അതായത് ഒരു ക്രോമസോം സെഗ്മെൻറ്റ് എന്ത് ചെയ്യുന്നു? വേറൊരു ക്രോമസോം സെഗ്മെൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു ബൈ ട്രാൻസ്പോസിഷൻ. അതിനെയാണ് നമ്മൾ ഇൻസേർഷണൽ ട്രാൻസ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഒരു ഡാർക്ക് കളറിലുള്ള ഒരു ക്രോമസോം ഉണ്ട്, ഒരു വൈറ്റ് കളറിലുള്ള ക്രോമസോം ഉണ്ട്. അപ്പോൾ ആ വൈറ്റ് കളറിലുള്ള ഒരു ക്രോമസോം സെഗ്മെൻറ്റ് എന്ത് ചെയ്യുന്നു? ഡാർക്ക് കളറുള്ള ഒരു ക്രോമസോം സെഗ്മെൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് ആ ഇൻസേർഷൻ നടക്കുന്നത് ട്രാൻസ്ലോക്കേഷൻ വഴിയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇൻസേർഷണൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ. അതായത് ഒരു ക്രോമസോം സെഗ്മെൻറ്റിനെ വേറൊരു ക്രോമസോം സെഗ്മെൻറ്റിലേക്ക് ട്രാൻസ്ലോക്കേഷൻ വഴി ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസേർഷണൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. So the next type of translocation is the asymmetrical translocation. So the exchange segments in this case are asymmetrical and produces a dicentric or acrocentric chromosome. So in the case of asymmetrical translocation, the exchange segments in the translocation are asymmetrical and it leads to the production of a dicentric or eccentric chromosome. In the example, you can see two chromosome ABCDE and PQRST. These two chromosomes are asymmetrical. You can see it consists of a long arm and a short arm. And if the translocation occurs, there occurs a translocation or exchange between the segment E of the ABCDE and segment T of PQRST chromosome, leading to the formation of another centromere between the chromosome ABCD and PQRS. So it is known as dicentric chromosome. So already these chromosomes has a centromere. Without that, due to the translocation, another type of centromere is produced between this chromosome, which is indicated by a joining between the chromosome. So it is known as dicentric chromosome, as it consists of two centromere. So there occurs a joining between these two chromosomes due to the translocation. As a result, you get a chromosome with two centromere. So it is known as dicentric chromosome. So the fourth type of reciprocal translocation is asymmetrical translocation, in which there occurs an exchange of segments between asymmetrical chromosomes
ലീഡിങ് ടു ഫോർമേഷൻ ഓഫ് ഡൈസെൻട്രിക് ഓർ എസെൻട്രിക് ക്രോമസോം. അപ്പോൾ എസിമെട്രിക്കൽ ട്രാൻസ്ലോക്കേഷൻ പേര് തന്നെ ഉണ്ട്. അതായത് രണ്ട് എസിമെട്രിക് ആയിട്ടുള്ള ക്രോമസോംസ് തമ്മിലാണ് ഇവിടെ ട്രാൻസ്ലോക്കേഷൻ നടക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ലോക്കേഷൻ നടന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ രണ്ട് സെൻട്രോമിയറുള്ള ക്രോമസോംസ് നമുക്ക് കിട്ടും, അതായത് ഡൈസെൻട്രിക് ക്രോമസോം, അല്ലെങ്കിൽ സെൻട്രോമിയർ ഇല്ലാത്ത എസെൻട്രിക് ക്രോമസോമാണ് കിട്ടുക. അപ്പോൾ ഒരു ഡൈസെൻട്രിക് ക്രോമസോം എങ്ങനെയാണ് എസിമെട്രിക് ട്രാൻസ്ലോക്കേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ രണ്ട് എസിമെട്രിക് ക്രോമസോംസ് ആണുള്ളത്. എസിമെട്രിക് എന്ന് വെച്ചാൽ ലോങ് ആമും ഉണ്ടാവും, ഷോർട്ട് ആമും ഉണ്ടാവും. അപ്പോൾ ലോങ് ആം ഉണ്ടാവും, ഷോർട്ട് ആമും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ക്രോമസോംസിനെയാണ് നമ്മൾ എസിമെട്രിക് ക്രോമസോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ABCDE ഒരു എസിമെട്രിക് ക്രോമസോമാണ്, PQRST ഒരു എസിമെട്രിക് ക്രോമസോമാണ്. അപ്പോൾ ഇവിടെ ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നത് സെഗ്മെൻറ്റ് ഇയും ABCDEൻ്റെ E സെഗ്മെൻറ്റും PQRSTൻ്റെ T സെഗ്മെൻറ്റും തമ്മിലാണ്. അപ്പോൾ ഇങ്ങനൊരു ട്രാൻസ്ലോക്കേഷൻ നടന്നു കഴിയുമ്പോൾ ഈ രണ്ട് ക്രോമസോംസും തമ്മിൽ ജോയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിന് രണ്ട് സെൻട്രോമിയർ കിട്ടും. അതൊരു ഡൈസെൻട്രിക് ക്രോമസോമാണ്. സോ ദി ലാസ്റ്റ് ടൈപ്പ് ഓഫ് reciprocal translocation is symmetric translocation. So in this type of translocation the exchange occurs are symmetrical. അപ്പോൾ ഇവിടെ ജോയിനിങ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ ABCDE ക്രോമസോം ഉണ്ട്, PQRST ക്രോമസോം ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈക്വലായിട്ടാണ് സെഗ്മെൻറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ Dയും S സെഗ്മെൻറ്റ്സും തമ്മിലാണ് ഇവിടെ ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ മോണോസെൻട്രിക് ക്രോമസോംസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക, ഡൈസെൻട്രിക്കും എസെൻട്രിക്കും ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. So the next major type of translocation is the all-arm translocation. So this is a special type of translocation where the entire chromosomal arms are transposed or interchanged. ഇപ്പോൾ സാധാരണ ട്രാൻസ്ലോക്കേഷൻ നടക്കുമ്പോൾ എന്താണ് ചെയ്യുക, ക്രോമസോമിൻ്റെ ഒരു സെഗ്മെൻറ്റ് മാത്രമാണ് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഹോൾ ആം ട്രാൻസ്ലോക്കേഷൻ്റെ കേസിൽ ഒരു ആം മൊത്തം, ഹോൾ ഹാം എന്ന് വെച്ചാൽ ഒരു ആം മൊത്തമാണ് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ട്രാൻസ്ലോക്കേഷനിലൊക്കെ നിങ്ങൾ കണ്ടത് എന്താണ്, ഒരു ക്രോമസോം സെഗ്മെൻറ്റിൻ്റെ മാത്രം ട്രാൻസ്ലോക്കേഷനാണ് കാണുന്നത്. പക്ഷേ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ക്രോമസോമിൻ്റെ ഒരു ആം മൊത്തമാണ് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഹോൾ ആം ട്രാൻസ്ലോക്കേഷൻ എന്ന പേര് കിട്ടിയത്. സോ ദർ ആർ 3 types of all arm translocation. They are centric fusion or Robertsonian translocation. Next is dissociation and tandem fusion. So in the case of centric fusion or Robertsonian translocation, the long arm of two acrocentric chromosomes may fuse due to translocation to produce a metacentric chromosome, while their short arm fuse to form a very small chromosome. അപ്പോൾ സെൻട്രിക് ഫ്യൂഷൻ ഓർ റോബർട്ട്സോണിയൻ ട്രാൻസ്ലോക്കേഷൻ ഇസ് ദി ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഹോൾ ആം ട്രാൻസ്ലോക്കേഷൻ. ഇപ്പോൾ ഹോൾ ആം ട്രാൻസ്ലോക്കേഷൻ എന്താണ്, സാധാരണ സെഗ്മെൻ്റ് ആണ് എക്സ്ചേഞ്ച് ചെയ്യുക. പക്ഷേ ഇവിടെ ക്രോമസോമിൻ്റെ ആം മൊത്തമാണ് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് ഹോൾ ആം ട്രാൻസ്ലോക്കേഷനാണ് സെൻട്രിക് ഫ്യൂഷൻ അല്ലെങ്കിൽ റോബർട്ട്സോണിയൻ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ആക്രോസെൻട്രിക് ക്രോമസോംസ് ആണ് നമുക്കുള്ളത്, ABCDEയും PQRSTയും. അപ്പോൾ ആക്രോസെൻട്രിക് ക്രോമസോംസ് മീൻസ് ദി സെൻട്രോമിയർ ഇസ് ലൊക്കേറ്റഡ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ക്രോമസോം. അപ്പോൾ ക്രോമസോമിൻ്റെ ഒരു അറ്റത്തേക്കാണ് അല്ല ഒരു സൈഡിലേക്കാണ് സെൻട്രോമിയർ ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ ആക്രോസെൻട്രിക് ക്രോമസോം എന്ന് പറയും. അപ്പോൾ രണ്ട് ആക്രോസെൻട്രിക് ക്രോമസോമാണ് ഉള്ളത്, ABCDEയും PQRSTയും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം സെൻട്രോമിയർ ഉള്ളത് എവിടെയാണ്, ക്രോമസോമിൻ്റെ ഒരു അറ്റത്തേക്കായിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ആക്രോസെൻട്രിക് ക്രോമസോം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ രണ്ട് ആക്രോസെൻട്രിക് ക്രോമസോമിൻ്റെയും ലോങ് ആം തമ്മിൽ ഫ്യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും, ഒരു മെറ്റാസെൻട്രിക് ക്രോമസോം പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഒരു ഷോർട്ട് ആം ഇല്ല, ആക്രോസെൻട്രിക് ക്രോമസോമാണ്. അപ്പോൾ രണ്ട് ഷോർട്ട് ആംസ് ഉണ്ട്, ആ രണ്ട് ഷോർട്ട് ആംസും ഫ്യൂസ് ചെയ്തിട്ട് ഒരു സ്മോൾ ക്രോമസോം ഫോം ചെയ്യും. അപ്പം രണ്ട് ആക്രോസെൻട്രിക് ക്രോമസോംസ് തമ്മിലാണ് ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻട്രിക് ഫ്യൂഷൻ അല്ലെങ്കിൽ റോബർട്ട്സോണിയൻ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്രോസെൻട്രിക് ക്രോമസോമിൻ്റെ ലോങ് ആമുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു മെറ്റാസെൻട്രിക് ക്രോമസോം ഫോം ചെയ്യും. മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് വെച്ചാൽ സെൻട്രോമിയർ എവിടെയായിരിക്കും, എക്സാക്റ്റ് മിഡിൽ പൊസിഷനിലായിരിക്കും. അപ്പോൾ
രണ്ട് ആക്രോസെൻട്രിക് ക്രോമസോംസ്. ആക്രോസെൻട്രിക് ക്രോമസോംസ് എന്ന് വെച്ചാൽ സെൻട്രോമിയർ എവിടെയായിരിക്കും? ക്രോമസോമിൻ്റെ അറ്റത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ആ ആക്രോസെൻട്രിക് ക്രോമസോംസിൻ്റെ ലോങ് ആം തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഒരു മെറ്റാസെൻട്രിക് ക്രോമസോം ഫോം ചെയ്യും. ഷോർട്ട് ആമുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സ്മോൾ ക്രോമസോംസ് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ഇതിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഹോൾ ആം ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയാൻ കാരണം രണ്ട് ലോങ് ആംസ് ആണ് ഇവിടെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ലോങ് ആം, ക്രോമസോമിൻ്റെ ഒരു ആം മൊത്തമാണ് ഇവിടെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത്. അതായത് രണ്ട് ലോങ് ആമും ട്രാൻസ്ലോക്കേറ്റ് ചെയ്തിട്ടാണ് അവർ മെറ്റാസെൻട്രിക് ക്രോമസോം ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ ഹോൾ ആം ട്രാൻസ്ലോക്കേഷൻ്റെ ഒരു ടൈപ്പായിട്ട് പറയാൻ കാരണം. അപ്പോൾ രണ്ട് ആക്രോസെൻട്രിക് ക്രോമസോംസ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ആ രണ്ട് ആക്രോസെൻട്രിക് ക്രോമസോമിൻ്റെ രണ്ട് ലോങ് ആം തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഒരു മെറ്റാസെൻട്രിക് ക്രോമസോമും ഒരു ഷോർട്ട് ക്രോമസോമും ഫോം ചെയ്യും. എന്തിൻ്റെ കേസിൽ? സെൻട്രിക് ഫ്യൂഷൻ അല്ലെങ്കിൽ റോബർട്ട്സോണിയൻ ട്രാൻസ്ലോക്കേഷൻ്റെ കേസിൽ. അപ്പോൾ ഈ റോബർട്ട്സോണിയൻ ട്രാൻസ്ലോക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സിലബസിൽ ഇതൊക്കെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് ട്രാൻസ്ലോക്കേഷൻ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് whole arm translocation is dissociation, in which two metacentric chromosomes are one with long arm and other with short arm may produce two acrocentric chromosome through translocation. അപ്പോൾ രണ്ട് മെറ്റാസെൻട്രിക് ക്രോമസോംസ് ഫ്യൂസ് ചെയ്തിട്ട് രണ്ട് ആക്രോസെൻട്രിക് ക്രോമസോംസ് ഫോം ചെയ്യുന്ന ട്രാൻസ്ലോക്കേഷനെയാണ് നമ്മൾ ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റോബർട്ട്സോണിയൻ ട്രാൻസ്ലോക്കേഷൻ്റെ കേസിൽ ഫ്യൂസ് ചെയ്യുന്നത് രണ്ട് ആക്രോസെൻട്രിക് ക്രോമസോംസ് ആണ്. എന്നിട്ട് ഫോം ചെയ്യുന്നത് എന്താണ്? ഒരു മെറ്റാസെൻട്രിക് ക്രോമസോമും ഒരു സ്മോൾ ക്രോമസോമാണ്. പക്ഷേ ഡിസോസിയേഷൻ്റെ കേസിൽ ഫ്യൂസ് ചെയ്യുന്നത് രണ്ട് മെറ്റാസെൻട്രിക് ക്രോമസോംസ് ആണ്. ആ മെറ്റാസെൻട്രിക് ക്രോമസോംസ് ഫ്യൂസ് ചെയ്തിട്ട് രണ്ട് ആക്രോസെൻട്രിക് ക്രോമസോംസ് ഫോം ചെയ്യും. അപ്പോൾ റോബർട്ട്സോണിയൻ ട്രാൻസ്ലോക്കേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അല്ലെങ്കിൽ റിവേഴ്സ് ആണ് എന്ത്? ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റോബർട്ട്സോണിയൻ ട്രാൻസ്ലോക്കേഷൻ്റെ കേസിൽ രണ്ട് ആക്രോസെൻട്രിക് ഫ്യൂസ് ചെയ്തിട്ട് ഒരു മെറ്റാസെൻട്രിക് ആണ് ഫോം ചെയ്യുന്നത്. പക്ഷേ ഡിസോസിയേഷൻ്റെ കേസിൽ രണ്ട് മെറ്റാസെൻട്രിക് ഫ്യൂസ് ചെയ്തിട്ട് എന്താണ് ഫോം ചെയ്യുക? ആക്രോസെൻട്രിക് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, വേഗം ഓർമ്മ കിട്ടും. റോബർട്ട്സോണിയൻ ട്രാൻസ്ലോക്കേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ റിവേഴ്സ് പ്രോസസ്സാണ് ഡിസോസിയേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് മെറ്റാസെൻട്രിക് ക്രോമസോംസ് ഉണ്ട്, ABCD. ഇപ്പോൾ ABCD എന്ന് പറയുന്നത് ലോങ് ക്രോമസോമാണ്. പിന്നെ LM എന്ന് വെച്ചാൽ ഷോർട്ട് മെറ്റാസെൻട്രിക് ക്രോമസോമാണ്. അപ്പോൾ ഒരു ലോങ് മെറ്റാസെൻട്രിക് ക്രോമസോമായ ABCD ഒരു ഷോർട്ട് മെറ്റാസെൻട്രിക് ക്രോമസോമായ LM തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ലോക്കേഷൻ നടത്തിയിട്ട് രണ്ട് ആക്രോസെൻട്രിക് ക്രോമസോംസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെൻട്രോമിയർ ഉള്ളത് ക്രോമസോമിൻ്റെ ഒരു അറ്റത്തേക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നത് AB സെഗ്മെൻറ്റും M സെഗ്മെൻറ്റും തമ്മിലാണ്. പിന്നെ L സെഗ്മെൻറ്റും CD സെഗ്മെൻറ്റും തമ്മിലാണ്. നെക്സ്റ്റ് ഇസ് ദ ടാൻഡം ഫ്യൂഷൻ. This type of interchange occurs when breakage in one chromosome occur near the centromere and in the other chromosome it occurs near the end. The result of such breakage and reunion may be a large acrocentric chromosome and a small metacentric chromosome. And if one chromosome is metacentric, the result of the interchange will be two acrocentric chromosomes. One will be small and other being large. So in the case of tandem fusion, this type of interchange occurs when the break in one chromosome occur near the centromere and other chromosome it occurs near the end. അപ്പോൾ ടാൻഡം ഫ്യൂഷൻ ഒക്കർ ചെയ്യുന്നപ്പോഴാണ് ഒരു ബ്രേക്ക് സെൻട്രോമിയറിൻ്റെ അടുത്തും ഒരു ബ്രേക്ക് എൻഡിൻ്റെ അടുത്തുമാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ടാൻഡം ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്കേജ് ആൻഡ് റീയൂണിയൻ കാരണം ഒരു ലാർജ് ആക്രോസെൻട്രിക് ആൻഡ് സ്മോൾ മെറ്റാസെൻട്രിക് ക്രോമസോമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ബ്രേക്കേജ് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഇവിടെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ബ്രേക്കേജ് ആണ് ടാൻഡം ഫ്യൂഷനിൽ ഉണ്ടാകുന്നത്. ഒന്ന് സെൻട്രോമിയറിൻ്റെ അടുത്തും ഒന്ന് അറ്റത്തുമാണ്, ക്രോമസോമിൻ്റെ അറ്റത്തുമാണ് ബ്രേക്കേജ് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഒരു ടാൻഡം ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ആക്രോസെൻട്രിക് ക്രോമസോമും ഒരു മെറ്റാസെൻട്രിക് ക്രോമസോമും ആയിരിക്കും. അപ്പോൾ അതാണ് ഈ ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ആക്രോസെൻട്രിക് ക്രോമസോം ഉണ്ട്, ABCDEയും PQRSTയും. ഇവിടെ
ഒന്ന് ABCDEൻ്റെ കേസിൽ ബ്രേക്ക് നടക്കുന്നത് എവിടെയാണ്? അതിൻ്റെ ആക്രോസെൻട്രിക് പാർട്ടിലാണ്, അതായത് ക്രോമസോമിൻ്റെ അറ്റത്താണ് ബ്രേക്ക് നടക്കുന്നത്. PQRSTൻ്റെ കേസിൽ ബ്രേക്ക് നടക്കുന്നത് മിഡിലാണ്. അതുകൊണ്ട് ആ സെൻട്രോമിയർ മാത്രം, PQRSTൻ്റെ ആ സെൻട്രോമിയർ മാത്രം അവിടെ ഉണ്ടാവും. അതൊരു മെറ്റാസെൻട്രിക് ക്രോമസോമായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ ആ PQRST ആ ABCDE സെഗ്മെൻറ്റിനോട് ജോയിൻ ചെയ്തിട്ട് ഒരു ആക്രോസെൻട്രിക് ക്രോമസോം പോലെയാണ് ആക്ട് ചെയ്യുക. അപ്പോൾ 2 ആക്രോസെൻട്രിക് ക്രോമസോംസ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, ABCDEയും PQRSTയും. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ PQRST ക്രോമസോം അതിൻ്റെ സെൻട്രോമിയർ പാർട്ടിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യും? ABCDE ക്രോമസോമിനോട് ജോയിൻ ചെയ്യും. അപ്പോൾ ആ ABCDE PQRST ക്രോമസോം ഒരു ആക്രോസെൻട്രിക് ക്രോമസോം പോലെ ആക്ട് ചെയ്യും. അപ്പോൾ PQRST ആ സെൻറ്ററിൽ നിന്നല്ലേ ബ്രേക്ക് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സെൻട്രോമിയർ മാത്രം എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു മെറ്റാസെൻട്രിക് ക്രോമസോമായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ 2 കേസ് ഉണ്ട് ഈ ടാൻഡം ഫ്യൂഷനിൻ്റെ കേസിൽ. അപ്പോൾ ഒന്ന് ബോത്ത് ആർ ആക്രോസെൻട്രിക്, രണ്ടാമത്തത് 1 മെറ്റാസെൻട്രിക് ആൻഡ് 1 ആക്രോസെൻട്രിക്. അപ്പോൾ 2 ആക്രോസെൻട്രിക് ക്രോമസോംസ് ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്, ABCDEയും PQRSTയും. ഇതിലെന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ABCDE ക്രോമസോമിന് യാതൊരു മാറ്റവും യാതൊരു ബ്രേക്കേജും സംഭവിക്കുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ PQRST എന്ന് പറഞ്ഞാൽ ക്രോമസോമില്ലേ, ആ PQRST എന്ന് പറഞ്ഞ ക്രോമസോം അതിൻ്റെ സെൻട്രോമിയറിൽ നിന്ന് അതിൻ്റെ മിഡിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് വരുന്നു. എന്നിട്ട് അത് എന്തിനോട് ജോയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ABCDE ക്രോമസോമിൻ്റെ ലേക്ക് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുമ്പോൾ ആ ABCDE PQRST ക്രോമസോമാണ് ഉണ്ടാകുന്നത്. അതൊരു ആക്രോസെൻട്രിക് ക്രോമസോം പോലെ ആക്ട് ചെയ്യുന്നത്, കാരണം അതിൻ്റെ സെൻട്രോമിയറുള്ളത് അറ്റത്താണ്. പിന്നെ PQRST ബ്രേക്ക് ചെയ്ത് വന്നിട്ടില്ല, അത് ഒരു സെൻട്രോമിയർ മിഡിലാണ് ഉണ്ടാകുക, അതൊരു മെറ്റാസെൻട്രിക് ക്രോമസോമായിട്ട് ആക്ട് ചെയ്യും. നെക്സ്റ്റ് ആണ് 1 മെറ്റാസെൻട്രിക് ആൻഡ് 1 ആക്രോസെൻട്രിക്. അപ്പോൾ ഒരു മെറ്റാസെൻട്രിക് ക്രോമസോമും ഒരു ആക്രോസെൻട്രിക് ക്രോമസോമും തമ്മിലുള്ള ടാൻഡം ഫ്യൂഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു മെറ്റാസെൻട്രിക് ക്രോമസോമാണ് ABCDE, ഒരു ആക്രോസെൻട്രിക് ക്രോമസോമാണ് PQRST. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ABCDEൻ്റെ CDE സെഗ്മെൻറ്റ് പോയിട്ട് എന്തിനോട് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നു? PQRST CDEനോട് പോയി ജോയിൻ ചെയ്യുന്നു. അപ്പോൾ 2 ആക്രോസെൻട്രിക് ക്രോമസോമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ടാൻഡം ഫ്യൂഷൻ്റെ കേസിൽ ടാൻഡം എന്ന് വെച്ചാൽ റാൻഡം, അപ്പോൾ റാൻഡമായിട്ടാണ് ബ്രേക്കേജ് നടക്കുക. അപ്പോൾ ഒന്ന് എവിടെയാണ് ബ്രേക്ക്? ടാൻഡം എന്ന് വെച്ചാൽ അറ്റത്താണ്, അതായത് അറ്റത്താണ് ബ്രേക്കേജ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ബ്രേക്കേജ് നടക്കുന്നുണ്ട്. ഒന്ന് ആക്രോസെൻട്രിക് ക്രോമസോംസിൻ്റെ അറ്റത്ത് ബ്രേക്കേജ് നടക്കും, അല്ലെങ്കിൽ മിഡിൽ, അതായത് മെറ്റാസെൻട്രിക് ക്രോമസോം പോലെ മിഡിലാണ് ബ്രേക്കേജ് നടക്കുക. അപ്പം ഒന്ന് അറ്റത്ത് ബ്രേക്കേജ് നടക്കും, അല്ലെങ്കിൽ ഒന്ന് മിഡിൽ അല്ലെങ്കിൽ സെൻട്രോമിൽ ബ്രേക്കേജ് നടക്കും. അങ്ങനെ ട്രാൻസ്ലോക്കേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആക്രോസെൻട്രിക് ക്രോമസോമും കിട്ടും, ഒരു മെറ്റാസെൻട്രിക് ക്രോമസോമും കിട്ടും. അപ്പോൾ ഇവിടെ 2 ആക്രോസെൻട്രിക് ആണെങ്കിൽ ഉള്ള കാര്യവും ഒരു മെറ്റാസെൻട്രിക്കും ഒരു ആക്രോസെൻട്രിക്കുള്ള കേസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ കേസിൽ 2 ആക്രോസെൻട്രിക് ക്രോമസോംസ് ആണുള്ളത്, ABCDEയും PQRSTയും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ABCD ക്രോമസോം അങ്ങനെ തന്നെ നിൽക്കും. ഇതിൽ PQRST ക്രോമസോം എന്ത് ചെയ്യും? PQRST ആം ബ്രേക്ക് ചെയ്തിട്ട് ABCDനോട് വന്നിട്ട് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കിട്ടുക ആക്രോസെൻട്രിക് ക്രോമസോം ആയിരിക്കും, പിന്നെ ഒരു മെറ്റാസെൻട്രിക് ക്രോമസോം കിട്ടും. അതേപോലെ തന്നെ മെറ്റാസെൻട്രിക് ക്രോമസോമായ ABCDയും ആക്രോസെൻട്രിക് ക്രോമസോമായ PQRST എടുത്തു കഴിഞ്ഞാൽ ഇതിൽ CDE സെഗ്മെൻറ്റ് പോയിട്ട് ട്രാൻസ്ലോക്കേറ്റ് ചെയ്തിട്ട് PQRST സെഗ്മെൻറ്റിനോട് പോയി ജോയിൻ ചെയ്യും. അങ്ങനെ നമുക്കൊരു AB മെറ്റാസെൻട്രിക് ക്രോമസോം കിട്ടും, PQRST CDE ഒരു ആക്രോസെൻട്രിക് ക്രോമസോം കിട്ടും. ഇപ്പോൾ ട്രാൻസ്ലോക്കേഷൻ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റാസെൻട്രിക് ക്രോമസോമും ഒരു ആക്രോസെൻട്രിക് ക്രോമസോമും ആയിരിക്കും ടാൻഡം ഫ്യൂഷൻ്റെ കേസിൽ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് number of breaks involved. So if only one break is involved, it is known as simple translocation. If 2 breaks is involved, it is known as reciprocal translocation.
If 3 breaks is involved, it is known as shift translocation. And if more than 3 breaks is involved, it is known as complex translocation. അപ്പോൾ നിങ്ങൾക്കറിയാം ട്രാൻസ്ലോക്കേഷൻ നടക്കുന്ന സമയം ക്രോമസോമിൽ ബ്രേക്ക് ഉണ്ടാവും. അതായത് ആ ട്രാൻസ്ലോക്കേഷൻ നടക്കുന്ന സെഗ്മെൻറ്റ് ബ്രേക്ക് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, ക്രോമസോമിന് ബ്രേക്ക് ചെയ്തിട്ടാണ് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഒരൊറ്റ ബ്രേക്ക് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയും. 2 ബ്രേക്ക് ഉണ്ടെങ്കിൽ റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ, 3 ബ്രേക്ക് ഉണ്ടെങ്കിൽ ഷിഫ്റ്റ് ട്രാൻസ്ലോക്കേഷൻ, 3-ൽ കൂടുതൽ ബ്രേക്ക് ഉണ്ടെങ്കിൽ കോംപ്ലക്സ് ട്രാൻസ്ലോക്കേഷൻ. സോ ഫസ്റ്റ് ഈസ് ദി സിമ്പിൾ ട്രാൻസ്ലോക്കേഷൻ. അതായത് ഇൻ ദി കേസ് ഓഫ് സിംഗിൾ ട്രാൻസ്ലോക്കേഷൻ ഓൺലി എ സെഗ്മെൻറ്റ് ഓഫ് ക്രോമസോം ബിക്കം അറ്റാച്ച് ടു എൻ എൻഡ് ഓഫ് എ നോൺ ഹോമോലോഗസ് ക്രോമസോം. അപ്പം സിമ്പിൾ ട്രാൻസ്ലോക്കേഷൻ്റെ കേസിൽ എന്താണ്, ഒരു സെഗ്മെൻറ്റ് എന്ത് ചെയ്യും, ക്രോമസോമിൻ്റെ ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ വേറൊരു ക്രോമസോമിനോട് പോയി അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഒരു ക്രോമസോം സെഗ്മെൻറ്റിൻ്റെ ഒരു ഒറ്റ ബ്രേക്കേജ് മാത്രമേ ഉണ്ടാവും. നെക്സ്റ്റ് ഈസ് റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ. റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. അതായത് 2 ക്രോമസോംസ് തമ്മിൽ എക്സ്ചേഞ്ച് ഉണ്ടാവും. അതായത് സെഗ്മെൻറ്റ്സ് 2 ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ 2 ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ എന്ത് ചെയ്യും, സെഗ്മെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യും. അതിനാണ് നമ്മൾ റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ എന്ന് പറയുന്നത്. Next is the shift type translocation. In this type of translocation, 3 breaks occur in the case of shift translocation, and if more than 3 breaks occur, it is known as complex translocation. അപ്പോൾ നമ്പർ ഓഫ് ബ്രേക്കിനനുസരിച്ചിട്ട് നമുക്ക് ഒറ്റ ബ്രേക്ക് ആണെങ്കിൽ സിമ്പിൾ ട്രാൻസ്ലോക്കേഷൻ, 2 ബ്രേക്ക് ആണെങ്കിൽ നമുക്ക് റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ എന്നും, 3 ബ്രേക്ക് ആണെങ്കിൽ ഷിഫ്റ്റ് എന്നും, 3 കൂടുതലാണെങ്കിൽ കോംപ്ലക്സ് ട്രാൻസ്ലോക്കേഷൻ എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. Next is the effect of translocation. The translocation causes disease in humans such as cancer and infertility, and it also causes changes in chromosome and gene combination, promoting variation, speciation, and evolution. So the first effect of translocation is that it produces cancer and infertility. The second effect is that it produces gene combination, promote variation, speciation, and evolution. So thank you. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് ട്രാൻസ്ലോക്കേഷനാണ്. ട്രാൻസ്ലോക്കേഷൻ്റെ വേരിയസ് എഫക്ട്സ് ആണ് പഠിച്ചത്. പിന്നെ അതിൻ്റെ വേരിയസ് ടൈപ്പ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചു. ട്രാൻസ്ലോക്കേഷനിൽ ഈ യൂണിറ്റിൽ വലിയൊരു പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. താങ്ക് യു.